വയനാട്ടിൽ രക്ഷാദൗത്യം ഉടൻ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. 1300-ലധികം പേരെയാണ് ദുരന്തഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്നാണ് ഔദ്യോഗിക കണക്ക്. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതാണ്. വരും മണിക്കൂറുകളിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ജീവൻ പോലും മണ്ണിൽ അകപ്പെട്ടു പോകരുത് എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നിന്ന് തന്നെയാണ് രക്ഷാദൗത്യം ഏറ്റവും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പുരോഗമിക്കുന്നത്. ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, തുടരാം. തീർച്ചയായും നമ്മളിപ്പോൾ ഉള്ളത് ആർമി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലാണ്. ഇവരടക്കം അങ്ങോട്ട് കടന്നുചെല്ലാൻ ആവശ്യമുള്ള സജ്ജീകരണങ്ങളാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് വേണം നമ്മൾ കുറച്ച് ദൂരം നടന്നു പോകാൻ. കാരണം കഴിഞ്ഞ ദിവസത്തെ പോലെ നമുക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കമുള്ളവ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി നമ്മുടെ പാല നിർമ്മാണം പൂർത്തിയായാൽ ഉടൻ കടക്കാനുള്ള സജ്ജീകരണങ്ങളുമായി അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ മണ്ണുമാന്തി യന്ത്രങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വലിയ വാഹനങ്ങൾക്കടക്കം അങ്ങോട്ട് കടന്നു പോകാൻ ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇവിടെ ഇറങ്ങി ഇനി നമ്മുടെ രക്ഷാ ദൗത്യം നടക്കുന്ന പ്രദേശത്തേക്ക് നടക്കുകയാണ്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ തന്നെ നിരവധി ഉദ്യോഗസ്ഥരാണ് ഈ ഒരു ഭൂമിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അവർ ഈ ഒരു പ്രദേശത്തുകൂടി ഇനി അപ്പുറത്തേക്ക് നടന്നു പോയിക്കൊണ്ട് ഈ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുക എന്നത് തന്നെയാണ് ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. നമ്മളുടെ ആ ഒരു ദൃശ്യങ്ങളടക്കം നമുക്ക് നൽകാം. കാരണം മണ്ണുമാന്തി യന്ത്രങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കേണ്ടത്. അത് ഇപ്പോഴും ഇരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ നൽകാം. അല്പസമയം കൂടി നമുക്ക് വാഹനത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം അതിനുള്ള സജ്ജീകരണം കൂടി ഇവിടെ ഇപ്പോൾ നേവിയുടെ വാഹനം കടന്നു പോകാനായിട്ടും ആർമിയുടെ വാഹനം കടന്നു പോകാനായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഉദ്യോഗസ്ഥർ അവർ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. വാഹനത്തിനുള്ളിൽ തന്നെ അവർ ആ വാഹനം കടന്നു പോകാനും എത്തിയാൽ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ദൗത്യം ആരംഭിക്കാനുമുള്ള സജ്ജീകരണങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതായാലും വലിയ തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നമുക്ക് വേണ്ടത് വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഏർപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന നിരവധി ഉദ്യോഗസ്ഥർ നമ്മളുടെ ഒപ്പം ഇവിടെ തന്നെ ഉണ്ട്. താനും നമുക്ക് ആ ഉദ്യോഗസ്ഥൻ്റെ അടക്കമുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോകാം. സാർ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യ ബെയിലി പാലം കടന്ന് അപ്പുറത്തേക്ക് എത്തിയുള്ള ഒരു യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം ആയിരിക്കും അല്ലേ? അദ്ദേഹം എന്തായാലും ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹം നമ്മളോട് പ്രതികരിക്കും. എന്തായാലും വലിയ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ നൽകാനാണ് കഴിയുക. നമുക്ക് മുമ്പിലുള്ള വാഹനങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം എല്ലാ സജ്ജീകരണങ്ങളുമായി ഉള്ള ആളുകൾ എത്തുന്നുണ്ട്. നേവിയുടെ അടക്കമുള്ള വാഹനങ്ങൾ ഫ്രണ്ടിലുണ്ട്. പിന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇങ്ങനെ നിരനിരയായി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ആ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ചെറിയ റോഡാണ്. ചില സൈഡുകളും മറ്റും ഇടിഞ്ഞു കിടപ്പുണ്ട്. ആ ഒരു പ്രദേശത്തേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതിലും അതിൻ്റെ സജ്ജീകരണങ്ങൾ പുരോഗമിക്കുകയാണ്. ചില സ്വാഭാവികമായും ചെറിയ വഴിയായതിനാലാണ് ഇത്ര വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്തത്. നമ്മളെന്തായാലും ഇവിടെ ഇനി ഉദ്യോഗസ്ഥർ ഇതിലേക്ക് പോകുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നമുക്കും അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഒരു പ്രദേശത്തേക്ക് നടന്നു പോകാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടക്കുന്നത്. എന്തായാലും എല്ലാ വഴികളും ഇന്നും നമ്മൾ നോക്കുക തന്നെ ചെയ്യും. കാരണം നമുക്ക് ആ പ്രദേശത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വലിയൊരു ടീം ആർമിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഫയർഫോഴ്സ് അടക്കമുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ ഇത്തരത്തിലുള്ള വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ആ ദുരന്തഭൂമിയിലെ അത്ര വലിയ ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന തരത്തിലുള്ള വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക. ഇത്തരത്തിൽ നിരവധി യന്ത്രങ്ങൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ നേവിയുടെ ഈ ഒരു ദുരന്തബാധിത മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന വലിയ വാഹനങ്ങൾ അത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം വാഹനങ്ങളും
ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇനി രക്ഷാപ്രവർത്തനം വളരെ സുഗമമായി പോകാൻ കഴിയുന്ന മണിക്കൂറുകളാണ് ഉള്ളത്. നമ്മൾ ആ സ്പോട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വലിയ JCB വരുന്നു, ആർമിയുടെ വലിയ വാഹനങ്ങൾ വരുന്നു. ബെയിലിപ്പാളത്തെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ഇത്തരം വാഹനങ്ങളിൽ വേണം നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ളത്. NDRFിന്റെ സംഘം അടക്കം എല്ലാവരും സജ്ജമായി നിൽക്കുകയാണ്. വലിയൊരു സംഘം ഇന്നത്തെ തിരച്ചിലിന്റെ ഭാഗമായി ഇവിടെ റെഡിയായി ഇപ്പോൾ തന്നെ നിൽക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, NDRFിന്റെ സംഘമടക്കം എല്ലാ സംഘങ്ങളും ഇപ്പോൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അല്പസമയത്തിനും തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. രാവിലെ വലിയൊരു മൂടൽമഞ്ഞും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഇങ്ങോട്ട് എത്തിക്കുമ്പോൾ വഴികൾ കൂടി അത് കടന്നു വരാനുണ്ടായിരുന്ന ഒരു പ്രയാസമടക്കം കാണുകയും ചെയ്തതാണ്. NDRFിന്റെ വലിയൊരു സംഘമാണ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ബെയിലിപ്പാറ മേൽത്തട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാധന സാമഗ്രികൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ആ നിർമ്മാണം അത് പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ രക്ഷാ ദൗത്യത്തിന് കൂടുതൽ തന്നെയാണ് ആ പ്രതീക്ഷ. അടക്കമുള്ളവ കൊണ്ടുള്ളാതെ ഒരു രക്ഷാപ്രവർത്തനം നമുക്ക് സാധ്യമല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ബെയിലിപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാമഗ്രികൾ അത് ഇന്നലെ തന്നെ പരമാവധി സാധനങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഇനി ആ ഒരു ഘട്ടത്തിലൊന്നും നമ്മൾക്ക് ഒരു തരത്തിലും താമസം വരാതെ തന്നെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി വളരെ നിർണായകമായ മണിക്കൂറുകളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ തെരച്ചിൽ ഓപ്പറേഷൻ ആരംഭിക്കുക, അത് മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കടക്കുന്ന യന്ത്രങ്ങൾ മുഴുവൻ നമുക്ക് ഇനി മറുകരയിലേക്ക് എത്തി ആ ഒരു രക്ഷാദൗത്യം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അപ്പുറത്തേക്ക് പുഴയുടെ മറുകരയിലേക്ക് എത്താനുള്ള സജ്ജീകരണങ്ങളും അതും പുരോഗമിക്കുകയാണ്. ഏതായാലും ഒരു നാടൊന്നാകെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിന് ആവശ്യമായുള്ള സജ്ജീകരണങ്ങൾ ഒരു ഭാഗത്ത് ഒരുക്കിക്കൊണ്ടേ ഇരിക്കുന്നു.